ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ബാർസ് ആൻഡ് വീൽസ്. ഇന്ന് പതിവിൽ നിന്ന് വിരുദ്ധമായിട്ട് വണ്ടിക്കകത്തിരുന്ന ഇൻട്രോ പറയുന്നത് ഞങ്ങളിപ്പം ഗവിയിലാണുള്ളത്. നമ്മൾ IBയിൽ സ്റ്റേ ചെയ്ത് നമ്മളിപ്പോൾ രാവിലെ ഒരു ഓഫ് റോഡ് ട്രിപ്പിന് വേണ്ടി പോവുകയാണ്. നമ്മുടെ ഉറുമ്പിക്കര വീഡിയോ കണ്ടവർക്ക് അറിയാം, അന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഓഫ് റോഡ് ബൈക്കേഴ്സ് അവരും നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, കാര്യം ഇവിടെ റേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് മെസ്സേജസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഞാനപ്പോൾ നേരെ മുകളിൽ കയറി നിന്ന് അവരെ വിളിച്ചു. നമ്മളിപ്പോൾ പോവാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. നമ്മൾ കാണുന്ന ആ മലയുടെ മുകളിലോട്ട് ഇപ്പോൾ പോകുന്നത്. നമ്മളുടെ ടീംസ് എല്ലാം ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ നേരെ ഇതുവഴി ഓഫ് റോഡ് വഴി ഇങ്ങനെ മുകളിലോട്ട് കയറി ഈ മലയുടെ മണ്ടയിൽ ചെന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, തിരിഞ്ഞു പോട്ടെ 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 പോട്ടെ. നമ്മളിപ്പോൾ അടിവാരം എത്തി. നൈസ് ഒരു റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഒരു പൊറോട്ടയും പഴംപൊരിയൊക്കെ കഴിച്ചു, വെള്ളം മേടിച്ചു. ഇനി നമ്മൾ നേരെ കയറാൻ പോകുന്നുണ്ട് ഇവിടുന്ന് കുരിശുമല. ഇവിടുന്ന് ശരിക്കും ഇതുവഴി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 കിലോമീറ്റർ കൊണ്ട് വാഗമൺ എത്താം. അപ്പം നമ്മൾ നേരെ ആ റോഡിലോട്ട് കയറാം. എങ്ങനെയാണ് ടാസ്ക് എന്ന് അറിയത്തില്ല, പക്ഷേ വലിയ ടാസ്ക് ഇല്ലെന്ന് അവർ പോയവർ പറഞ്ഞു. ഞാൻ അവിടെ കയറിയിട്ടില്ല ജീപ്പും കൊണ്ട്. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കമാ. എൻ്റെ മോനെ കയറി വന്ന് കുരിശുമല കയറിയില്ല. കയറി വരുമ്പോൾ തന്നെ നല്ല സൂപ്പർ മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മഞ്ഞും നല്ല രസം, നല്ല കാലാവസ്ഥ. ബൈക്കേഴ്സ് കുറേ പേര് ഇടയ്ക്ക് വിടുന്നു, ജീപ്പ് ഇടയ്ക്ക് വിടുന്നു, കയറുന്നു. അപ്പം നമ്മൾ നേരെ ഇനി മുകളിലോട്ട് ചെന്നിട്ടുള്ള വ്യൂസ് പെട്ടാലും കയറും. അതെ, മോനെ ഇവിടെ വന്നു. നല്ല സൂപ്പർ ഒരു കുളി, നല്ല തണുത്ത കാട്ടിൽ നിന്നുള്ള വെള്ളത്തിൽ ഒരു കുളിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് കുരിശുമല. അവിടെ കയറി ഇപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ ഇവിടെ മൊത്തം നല്ല രീതിയിൽ കോടമഞ്ഞ് വന്നു. ഇവിടെ ചുറ്റും നല്ല രീതിയിൽ കോടയായിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ മേളിലോട്ട് 2 4 വീൽ ഡ്രൈവ് വണ്ടികളും ബാക്കി ബൈക്കുകളും. എൻ്റെ മോനെ ഇതിൻ്റെ മണ്ടയ്ക്ക് വന്നപ്പോഴത്തേനുണ്ടല്ലോ എന്തോ മഞ്ഞെന്നുണ്ട്, ഒരു രക്ഷയില്ലാത്ത വൈബ്. അവിടെ നൈസായിട്ട് ഒരു റിസോർട്ട് ഇതാ ഇവിടെ. ഇവിടെയൊക്കെ എന്തോ താമസിക്കുവാന്ന് എന്തോ വൈബായിരിക്കും. ഭയങ്കര മഞ്ഞ്. നമ്മൾ നേരെ മുകളിലോട്ട് കയറി. നമ്മൾ നൈസായിട്ട് വന്ന് ഇതിൻ്റെ ഓൾമോസ്റ്റ് മണ്ടയ്ക്ക് എത്തിയപ്പം നമ്മുടെ പജീറോയുടെ സെലക്ടർ വർക്ക് ചെയ്യുന്നില്ല. സോ അതിപ്പോൾ അവിടെ പതുക്കെ എന്തോ ചെറിയ പരിപാടി ചെയ്ത് എങ്ങനെയും സെലക്ടേഴ്സ് ഗിയർ
ഇപ്പോൾ 4 വീൽ ഇത് 4 ലോയിലാണ് വന്നേ. ഇനിയിപ്പോൾ നല്ല വഴിയായപ്പം 4H 2 വീൽ ഡ്രൈവ് ഇടാമെന്ന് കരുതി ഗിയർ സെലക്ടർ മാറ്റി കഴിഞ്ഞപ്പം ന്യൂട്രൽ വീണു. ഇപ്പോൾ ഒരു ഗിയറും വീഴുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പം അത് ഊരി അതിൻ്റെ പരിപാടി തുടങ്ങാൻ പോകും. നമ്മൾ വണ്ടിയൊക്കെ ശരിയാക്കി നമ്മൾ പതുക്കെ നമ്മുടെ ബൈക്കേഴ്സ് ഫ്രണ്ടിൽ കയറി നമ്മളിപ്പോൾ നേരെ ഇപ്പോൾ ടൈം ഇച്ചിരി ലേറ്റായി 6:30 എന്തായാലും ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മഴ നനഞ്ഞ് അത്യാവശ്യം 2 ദിവസം പാരസെറ്റമോൾ അടിക്കേണ്ടി വരും. എൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി അവിടെ നിലത്ത് പോയിട്ടുണ്ട്. ദൈവമേ അതെന്തോ ഭാഗ്യത്തിനാണ് കുഴി പോകാൻ ചെയ്തു. അയ്യോ കുറച്ചുകൂടെ പോട്ടെ. ആ മതി. എന്താ മോനെ ഇവിടെ മണ്ടയ്ക്ക് കയറി അടിപൊളി വ്യൂ. നമ്മൾ മണ്ടയ്ക്ക് എത്തി. കുരിശുമല ശരിക്കുള്ള വിഷ്വൽ കാണാൻ പറ്റിയില്ല. കാര്യം നമ്മുടെ 2 വണ്ടിക്കും ഇടയ്ക്കിടയ്ക്ക് ഓരോ പണികൾ കിട്ടിക്കൊണ്ടിരുന്നു. നമ്മൾ കയറിയപ്പോഴത്തേന് എന്തായാലും ലേറ്റായി. ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് ടീം ടൈം ടു ട്രെയിൽസ്, നമ്മളുടെ ജോ ആൻഡ് ഗൈ ഗ്രൂപ്പ് ഓഫ് ബ്യൂട്ടി പാർലേഴ്സിന്റെ ഓണർ ഉണ്ടായിരുന്നു, പിന്നെ ഫ്രാങ്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടാം. ഇൻഫ്ലുവൻസർ ഓഫ് 2 വീലേഴ്സ് ഫ്രാങ്ക്. പേര് പറഞ്ഞോ? അനന്തു, കാർത്തിക്, ഷാഫി നമ്മളുടെ മെക്കാനിക്കും കൂടാണ്. ബ്രോ പേര് പറയൂ. അഖിൽ നമ്മുടെ സോജോ ബ്രോ. തമിഴ്നാട്ടിൽ നിന്ന് വന്നേക്കുന്നതാണ്. ബ്രോ പേര് ദീപക്, ജോ ആൻഡ് ഗൈ ബ്യൂട്ടി പാർലറിന്റെ ഓണറാണ്. ഓക്കെ, അപ്പൊ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കീപ് സപ്പോർട്ടിങ്. അടുത്ത ആഴ്ച വീണ്ടും ഒരു വല്ല ഓഫ് റോഡ് ആയിട്ട് കാണാം.